ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 10-12 വാക്യങ്ങൾ. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി എഴുതി വെച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വചനമാണ് ഇന്ന് ഉദ്ധരിക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഇന്ന് 2025 ഫെബ്രുവരി 15 എൻ്റെ വാരിയല്ല്, എൻ്റെ ജീവിത പങ്കാളി ജോളി ഷൈജുവിൻ്റെ ജന്മദിനമാണ്. ഞാൻ 20 വർഷത്തോളം പ്രശാന്തച്ചനോടൊപ്പം ആലപ്പുഴ IMS പ്രശാന്തച്ചനോടൊപ്പം ദമ്പതി ധ്യാനത്തിൽ ദമ്പതികൾക്ക് വേണ്ടി ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ലാസ്സും ആരാധനയും ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും പലർക്കും പങ്കുവച്ച് അനുഭവിച്ച് പലരും ഏറ്റുപറഞ്ഞ ജീവിത സാക്ഷ്യങ്ങളും എനിക്ക് ഈ മേഖലയിൽ ഉണ്ട്. അപ്പോൾ കാരണം ജീവിതങ്ങൾ കണ്ട് അനുഭവിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുത്ത അനുഭവങ്ങളാണ്. ഞാനൊരു 17 വയസ്സ് മുതൽ എൻ്റെ ഭാവി ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ ആത്മീയ ഗുരുവായ പ്രശാന്തച്ചൻ, IMS ധ്യാനത്തിൻ്റെ ഡയറക്ടർ പ്രശാന്തച്ചൻ ആദ്യമായിട്ട് IMSലെ ധ്യാനം കൂടിയ അന്നു മുതൽ ഒരു മഞ്ഞ പ്രാർത്ഥന പുസ്തകം കൊണ്ടുവന്നിട്ട് നൽമരണ പ്രാർത്ഥന, ഭാവി ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതൊക്കെ ചൊല്ലാനായിട്ട് ആ പേജ് എടുത്തിട്ട് നമ്മളെ ചൊല്ലാൻ പഠിപ്പിച്ചിട്ട് അന്ന് മുതൽ ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും ഞാനൊരു 10-35 എൻ്റെ ഒരു വിചാരം ഇതായിരുന്നു, ഇത്രയും വർഷം ഭാവി ജീവിത പങ്കാളിക്ക് വേണ്ടി 17, 7, 24 അതുകൂടാതെ 7-8 വർഷത്തോളം ഈ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നല്ല ചെയ്തുകൊണ്ട് ഹവ്വായെ സൃഷ്ടിച്ചതിന് ആത്തിന് നൽകിയ ദൈവമേ, അങ്ങ് എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ ഭാവി ജീവിത പങ്കാളിയെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പം തന്നെ ആദ്യമേ തന്നെ വന്ന കല്യാണം അപ്പം തന്നെ ഉറക്കുമെന്ന് പോകാൻ പറയും. പക്ഷേ ഒത്തിരി കല്യാണാലോചനകൾ വന്നു. ചിലരൊക്കെ പ്രാർത്ഥനക്കാരനാണ്, വചനപ്രഭാഷകനാണെന്ന് പറഞ്ഞ് ഒരു ദയയില്ലാതെ ആ കാരണം കൊണ്ട് കല്യാണം വിട്ടിട്ട് പോയവരുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ആണെന്നും പറഞ്ഞ് അല്ലാതെ വന്നത് നമുക്ക് ബോധിക്കാത്തത് ഇതാ, 2 വ്യക്തികൾ തമ്മിൽ മാത്രമല്ലല്ലോ, 2 കുടുംബങ്ങൾ തമ്മിൽ ചേരണം. ഉൽപ്പത്തി 2:18 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വായെ സൃഷ്ടിച്ച് ആദത്തിന് നൽകിയ നല്ല ദൈവമേ, അങ്ങ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഞാൻ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പെട്ടെന്ന് കടന്നത്. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അതുകൊണ്ട് 1 കണ്ടാലും 30 കണ്ടാലും 35 കണ്ടാലും ചേർന്നതിൽ എത്തിച്ചേരുവോളം കാണേണ്ടതാണെങ്കിൽ കണ്ടേ പറ്റൂ. ഇന്ന് പിള്ളേർക്ക് വരുമ്പോൾ തന്നെ നടന്നില്ലെങ്കിൽ ഒരപ്പനും അമ്മയും പറഞ്ഞതാ, കടയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും. പണ്ടേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ തലവേദന ഒഴിവാക്കാൻ ഇവൻ ഞങ്ങളോട് കിടന്ന് മേടാണ് എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ പറഞ്ഞ കല്യാണമൊക്കെ നടന്നുപോയി, വന്ന് പ്രാർത്ഥിച്ച്, അത് വേറെ കാര്യം. പക്ഷേ 1 വന്നാൽ അപ്പം തന്നെ നടക്കും. പിന്നത്തത് ഓരോ കാര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുമ്പോൾ ഞങ്ങളെന്തോ ചെയ്തിട്ടാണ് നോക്കാഞ്ഞിട്ടാണെന്ന് പറയുന്ന മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുന്ന മക്കളെയും കണ്ടിട്ടുണ്ട്. കല്യാണമേ വേണ്ട എന്ന് പറയുന്ന അവസ്ഥകൾ. അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ചൊക്കെ വിവാഹം നടന്നു. ദൈവം 3 മക്കളെയും മരുമക്കളെയും തന്നു. ഇന്ന് ദൈവകൃപയാൽ ഇപ്പം മകൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ മുത്തച്ഛനും മുത്തച്ഛിയാകാനുള്ള ഒരു അനുഗ്രഹം. ഞാൻ 51-ാമത്തെ വയസ്സിലേക്ക് കടന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അല്ല, ജീവിത പങ്കാളി ജോളിയുടെ ബർത്ത്ഡേ ആണ്. അവൾ 48-ാമത്തെ വയസ്സിലേക്ക് കടന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്,
അവിടെ പറയുന്ന ഇതാണ്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിന്റെ ഭവനത്തിൽ ഭാര്യ മുന്തിരി വള്ളി പോലെയും നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെയായിരിക്കും. അപ്പോൾ ഏറ്റവും ഉത്തമയായ ഭാര്യ അല്ലെങ്കിൽ ഉത്തമയായ കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഓരോ ഭർത്താവിനും ഓരോ ഭാര്യയ്ക്കും ഉണ്ടാകേണ്ട കാര്യം ദൈവാശ്രയമാണ്. നമുക്കറിയാം, തേനീച്ചയെ വളർത്തുന്നവർ എന്ത് ചെയ്യും? റാണി ഈച്ചയെ കൊണ്ടുവന്ന് നോക്കും. അല്ലാതെ മുട്ടായി കൊണ്ടുവന്ന് വെച്ചിട്ടോ ശർക്കര വെച്ചാലോ തേൻ വെച്ചാലോ തേനീച്ച വരത്തില്ല. തേനീച്ചകളെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, റാണി ഈച്ചയെ വെക്കണം. റാണി ഈച്ചയെ വെച്ചാൽ മറ്റ് തേനീച്ചകളെല്ലാം വരും. ഇതുപോലെ തന്നെ നമ്മുടെ വിവാഹ ജീവിതം വിജയിക്കണമെങ്കിൽ, നല്ലൊരു ഭാര്യ ഭർത്തൃ ബന്ധമുണ്ടാകണമെങ്കിൽ കുറേ കോഴ്സുകൾ പഠിച്ചത് കൊണ്ടോ കുറേ പണത്തിൻ്റെ വാരായിക ഉള്ളത് കൊണ്ടോ ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ടോ എൻജിനീയറോ ഡോക്ടറോ ആയതുകൊണ്ടോ ഒന്നുമല്ല. ഇതൊരു ദൈവകൃപയും ഇതൊരു വലിയ രഹസ്യവുമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് പറയുകയാണ്, കൊളോസസ് 3:19 പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. ചിലപ്പോൾ ഉതപ്പുണ്ടാക്കുന്ന ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് പലതും ഉണ്ടായാലും എന്ത് ചെയ്യണം? ഭർത്താവ് ഭാര്യയോട് സഹിഷ്ണുത കാണിക്കണം, ഭാര്യയും സഹിഷ്ണുത കാണിക്കണം. അപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകണമെങ്കിൽ അതിന് കൃപ വേണം. പ്രഭാഷകൻ 26:1 പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. അപ്പോൾ ദമ്പതികളുടെ ജീവിതത്തിൽ, വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒന്ന് വിവാഹ വാർഷികം, വിവാഹം കഴിഞ്ഞ ദിവസം വിവാഹത്തിൻ്റെ വാർഷികം. രണ്ടാമത്തത് പങ്കാളികളിൽ ആരുടെയെങ്കിലും ജന്മദിനം. അയ്യോ എനിക്കിതൊന്നും വേണ്ട, ഞാൻ സമ്മതിക്കൂല, പറ്റൂല എന്നൊക്കെ പറയും. അപ്പോൾ അത് ആഘോഷിക്കേണ്ടത് പരസ്പരം പങ്കാളികളുടെ കടമയാണ്. എന്തെങ്കിലും ഒരു കൊച്ചു സമ്മാനം, ഒരുപാട് രൂപയുടെ ഒന്നും വേണ്ട. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവരങ്ങനെയൊക്കെ പറയും, പക്ഷേ ഏറ്റവും കൂടുതൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ സമ്മാനമൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുക, വേണ്ട വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ. അത് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ വിവാഹ വാർഷികത്തിൻ്റെ ദിവസം വിവാഹിതരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഉത്തമയായ ഭാര്യയെ ആര് തരുന്നതാണ്? ദൈവം തരുന്നതാണ്. എഫെസസ് 5:22 പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വീണ്ടും കൊളോസസ് 3:18 പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അതുകൊണ്ട് ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യ, ആ കുടുംബത്തിലും മക്കൾ രണ്ടുപേരെ അനുസരിക്കാൻ ഇത്തിരി പാടായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുന്ന കുടുംബങ്ങളിൽ മക്കൾ ഉയർന്നു വരാൻ ഭയങ്കര പ്രയാസം. ഇനി നിങ്ങൾക്ക് തമ്മിൽ ഇടിക്കുക ചെയ്യണമെങ്കിൽ മുറി അടച്ച് ബെഡ്റൂമിൽ വെച്ച് മക്കൾ കേൾക്കാതെ നിങ്ങൾ ഇടിയ വഴക്കുറച്ചില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇനി ഷൈജു ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ഇടിപിടിക്കാൻ പോരുത്. ഇനി രണ്ടുപേരും 2 മുറി കിടക്കുന്നവരും 2 കട്ടിലിൽ കിടക്കുന്നവരും ഒരേ കട്ടിലിൽ കിടന്നിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ ജീവിക്കുന്നവരുണ്ട്. ഇതെല്ലാം വലിയ ബന്ധനമാണ്. എന്നിട്ട് ഇനി ചൊല്ലാത്ത പ്രാർത്ഥനയും ഭജനവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ആര് ആദ്യം ക്ഷമിക്കണം, ആർക്ക് ആരോട് ആദ്യം ക്ഷമിക്കാൻ തോന്നുന്നുവോ അവർ ക്ഷമിക്കുക. നീ വരട്ടെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജോലിയുണ്ട്, പിള്ളേരെ നോക്കണം, അതുണ്ട് ഇതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുരോഹിതനാവുന്നത് ബലിയർപ്പിക്കാനാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികളുടെ തല പോയില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദാമ്പത്യധർമ്മം നിറവേറ്റുക. ഭാര്യ ഭർത്തൃ ദാമ്പത്യധർമ്മം. അപ്പോഴത്തേക്കും ക്ഷീണവും തലകറക്കവും നെഞ്ചെടുപ്പും അതും ഇതും കുറ്റം പറച്ചിലും ഒളിച്ചോട്ടവും ഇതാണ് 90% 99% ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഡോപ്പമിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ മനുഷ്യ ശരീരത്തിലുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്തൃ സ്നേഹപഠനങ്ങളും ദാമ്പത്യ ധർമ്മങ്ങളിലൂടെയാണ് ഇതെല്ലാം സുഗമമായ പ്രവർത്തനങ്ങളും ഒഴുക്കും ഉൽപ്പാദനങ്ങളും മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്നത്. പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കോ, അതും ഒരു മോട്ടിവേഷനും നല്ല ഡോപ്പമിനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ നല്ലതാണ്. പക്ഷെ പ്രാർത്ഥന മാത്രം പോരാ. കാരണം ഭർത്താവ് ജീവനുള്ളൊരു വ്യക്തിയാണ്, ഭാര്യയും ജീവനുള്ളൊരു വ്യക്തിയാണ്. ഇത് മനസ്സിലാക്കണം. വീണ്ടും കൊളോസസ് 3:18 ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താവിന് വിധേയരായിരിക്കുവിൻ. അപ്പോൾ പരസ്പരം ബഹുമാനിക്കണം. ചവിട്ടിത്തേക്കുന്നത് പോലത്തെ സംസാരങ്ങളോ രീതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണം. വീണ്ടും പറയുന്നുണ്ട് എഫെസസ് 5:33 ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. അതുകൊണ്ട് പൊട്ടിത്തെറിയും ഏറ്റക്കുറച്ചിലും ചാടിക്കടിക്കലും ദേഷ്യമൊക്കെ പുരുഷന്മാരുടെ ജീവിതത്തിലാണ്. ഞാൻ ആവശ്യമില്ലാത്ത വാശിയും നിർബന്ധവും
അറപ്പും വെറുപ്പും എല്ലാം ഉള്ള ആളായിരുന്നു. എൻ്റെ ഭാര്യ പറയും, ദൈവമേ ഈ അമ്മ ഉള്ള ചീത്തപ്പെടുത്തം മുഴുവൻ ഇതിനെ പഠിപ്പിച്ച, അത് തിന്നൂല, ഇത് തിന്നൂല, ആ രുചി ഇഷ്ടപ്പെടില്ല, ഈ രുചി ഇഷ്ടപ്പെടില്ല. പക്ഷെ അതൊരു വെല്ലുവിളിയായിട്ട് എടുത്തത് കൊണ്ട് ഇന്ന് ജാസ് അച്ചായൻ കിച്ചൻ്റെ ഓണറാണ് എൻ്റെ ജീവിത പങ്കാളി. 1600ഓളം വീഡിയോകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ജാസ് അച്ചായൻസ് കിച്ചൻ എന്ന പേരിൽ. അതിൽ ഭൂരിഭാഗവും 90%-ലധികവും ജോളിയുടെ ഈ കുക്കിംഗ് വൈഭവങ്ങളാണ്. ഒരു മുട്ട വറക്കാൻ പോലും സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പക്ഷേ അവൾ വചനപ്രവചനം എന്നൊക്കെ പറയും, പക്ഷേ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാനൊരു മുൻവാശി, ഒരു മുൻകോപി, അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യമില്ലാത്ത വാശിയൊക്കെ ഉള്ള ഒരു ആളായിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. പ്രാർത്ഥിക്കുകയും വചനപ്രവചനം ശുശ്രൂഷ എല്ലാം ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ള പോലത്തെ ബലഹീനതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എടുത്ത് ഞാൻ വലിച്ചെറിഞ്ഞൊക്കെ കളഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അമ്മ ഉണ്ടാക്കിയ മാത്രമേ പിടിക്കുള്ളൂ. അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന അവസ്ഥ. എന്നാൽ അമ്മയായിട്ടും ഇങ്ങനത്തെ പല കാര്യങ്ങളിലും ചേരാത്ത അവസ്ഥ. ആവശ്യമില്ലാത്ത നിർബന്ധങ്ങളും അറപ്പും വെറുപ്പും രുചിയുടെ കാര്യങ്ങളിലും എല്ലാം ഭയങ്കരമായിട്ടൊരു പൊരുത്തപ്പെടാൻ എനിക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഇത് എന്ത് സ്വഭാവമാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ വാശിക്കൊരു കുറവുണ്ടാവില്ല. പക്ഷേ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയും പരിശ്രമവും എല്ലാം വഴി അതെല്ലാം മെരുക്കി എടുത്ത് നമുക്ക് കുതിരേനെയും കാളേനെയൊക്കെ മൂക്കുകയറിട്ട് മെരുക്കുന്നത് പോലെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിശീലനം കൊണ്ടും ഒക്കെ മെരുക്കിയെടുത്ത് ഇന്ന് മുത്തച്ഛനും മുത്തച്ഛയായിട്ട് കടന്നു വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വാശി, ഓർക്കുമ്പോൾ നാണമൊക്കെ തോന്നും. അപ്പോൾ അതെല്ലാം ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ജീവിത പങ്കാളിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരു അവലോകനം നടത്തുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് ഏത് ഭർത്താവ്, ഏത് ഭാര്യ അവരുടെ ജീവിതത്തിൽ അവർ വിജയിക്കുന്നെങ്കിൽ അതിനു പിന്നിൽ ഒന്നുകിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു ജീവിത പങ്കാളിയുടെ പ്രയത്നവും പ്രാർത്ഥനയും ഉണ്ടാവും. ഇന്ന് ഈ ആയിരക്കണക്കിന് യൂട്യൂബിലൂടെ ഈ വചനപോഷണം നടത്തിയപ്പോഴും കേരളത്തിൽ ദൈവസഹായം കൊണ്ട് ചെറുതും വലുതുമായ കേരളത്തിനകത്തും പുറത്തുമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും പല മേഖലകളിലും വചനപ്രഘോഷമായി കാലുകുത്താത്ത മേഖലകൾ അപൂർവമാണ്. ധ്യാന കേന്ദ്രങ്ങൾ ആയാലും മറ്റ് സെൻറ്ററുകളായാലും. അപ്പോൾ ഉദാഹരണം ജയിലിൽ ഉൾപ്പെടെ പലതവണ ജയിലിൽ പോയും ശുശ്രൂഷയും ക്ലാസ്സൊക്കെ കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ഫാക്ടറികളിൽ, സ്കൂളുകളിൽ, അതിൽ പലതിലും എൻ്റെ ജീവിത പങ്കാളി എന്നോടൊപ്പം ഒരുമിച്ച് ശുശ്രൂഷ. അപ്പോൾ ഇങ്ങനെ ഇണയും തുണയുമായി ദൈവകൃപയാൽ വിവാഹ ജീവിതത്തിൻ്റെ 25 വർഷം, ഞങ്ങളുടെ ജൂബിലി വർഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടുമ്പോൾ ഇതൊരു സാക്ഷ്യവും ഒരു ഏറ്റുപറച്ചിലുമാണ്. കുറവുകളില്ലാത്ത ഭാര്യയില്ല, കുറവുകളില്ലാത്ത ഭർത്താവും ഇല്ല. അപ്പോൾ ഭാര്യയുടെ ആ കുറവുകളിലെ പൂർണ്ണത വരുന്നത് ഈ ഭർത്താവിനോട്, ആരോട്, ജോളി പൂർണ്ണതയിലേക്ക് വരുന്നത് ഷൈജുവിനോട് ചേരും. ഷൈജുവിൻ്റെ കുറവുകൾ നികത്തിക്കൊണ്ട് സഹിഷ്ണുതയോടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ജോളിയാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെ ഇന്ന് രാവിലെ ഞങ്ങൾ പാലാരോട്ട് എടവപ്പള്ളി ചളിക്കവണ്ട സെയിൻറ്റ് സെബാസ്റ്റ്യൻ ശാന്തി എന്ന പള്ളിയാണ്. അപ്പോൾ അല്പം സമയം വൈകിപ്പോയതുകൊണ്ട് പാലാട്ടുപള്ളി 2 കുർബാനയുണ്ട് രാവിലെ ഇട ദിവസങ്ങളിൽ. 6:15-നും 7 മണിക്കത്തെ കുർബാന അവിടെ പോയി പങ്കെടുത്ത് ചായയൊക്കെ കുടിച്ച്, എന്ന് ബർത്ത്ഡേ ദിവസമല്ലേ, അപ്പോൾ രാവിലത്തെ ഒന്നും ഉണ്ടാക്കിച്ചില്ല. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് അടുക്കളക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുത്ത് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, അല്ലാതെ എപ്പോഴും പുറത്ത് പോയി തരണമെന്നല്ല, ഒരു സന്തോഷം. എന്നിട്ട് ഇപ്പോൾ ഇന്ന് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് കുടുംബമായിട്ട് നമ്മൾ ഉച്ചഭക്ഷണം, കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ലവ് ഇസ് ടു എക്സ്പ്രസ്. തേങ്ങ എന്ത് ചെയ്യണം? തേങ്ങ പൊതിക്കണം, തേങ്ങ പൊട്ടിക്കണം, തേങ്ങ ചിരണ്ടണം, തേങ്ങയുടെ പാലെടുക്കണം, എന്നാലേ അത് ഉപയോഗപ്രദമാകത്തുള്ളൂ. കറിയിലായാലും ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ. ഇതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം. ചിലർക്ക് മുഴുത്ത സ്നേഹം മരിച്ചു കഴിയാൻ വേണ്ടി നോക്കിയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഏറ്റുപറച്ചിൽ അനേകർക്ക് മാതൃകയാകട്ടെ. എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ കരുത്ത്. ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. എൻ്റെ ജീവിത പങ്കാളി ിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു എന്ന് ഏറ്റുപറയാനായിട്ട് സാധിക്കണം. എൻ്റെ സുവിശേഷ ശുശ്രൂഷകളിലും ഞാൻ തളർന്നും തകർന്നും പോയ അവസരങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ, വചനപ്രഘോഷണം മാത്രമല്ല, ഒരു സാമൂഹ്യ
സാമൂഹ്യ പ്രവർത്തന മേഖല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന ധൈര്യമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. കാരണം എന്തിനാ അടി കിട്ടുന്നത് എനിക്കറിയില്ല. നല്ല സ്നേഹമുള്ള മാതാപിതാക്കളായിരുന്നു, പക്ഷെ നമ്മുടെ പൊട്ടത്തരങ്ങൾ കൊണ്ടായിരിക്കാം വീട്ടിൽ മൂത്ത ആളാണ് പൊട്ടന എന്ന് പറയും. അതുകൊണ്ട് എന്തിനാ ഏതിനാ ഒരു ധൈര്യം ഇല്ല. നീയും കൂടെ വാടാ, നീയും കൂടി വാടി എന്ന് പറയും. പക്ഷെ പല കാര്യങ്ങളിലും എൻ്റെ ജീവിത പങ്കാളി എന്നെ ധൈര്യപ്പെടുത്തുകയും കൂടെ നിൽക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും കുറ്റപ്പെടുത്തി തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചില അവസരങ്ങളിലൊക്കെ അവർ തന്നെ പറയാറുണ്ട്, ദൈവമേ എന്തോരം പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷെ ഒരു അഭയാർത്ഥിനെ പോലെ ചിലപ്പോൾ ഭാര്യയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, മക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ പറയും എന്തോരം പേരെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ചാടി പുറപ്പെട്ട് ഓരോ കാര്യങ്ങൾ ശരിയാക്കി അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയെന്ന് പറയുമ്പോൾ ഈ നിങ്ങളെന്താ? അപ്പം ഞാൻ പറയും ഞാനും ഒരു മനുഷ്യനാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല തള്ളിക്കളയുകയല്ല, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളും സ്നേഹവും സ്നേഹപഠനങ്ങളും എല്ലാം തന്നുകൊണ്ട് 2 തവണ എനിക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിലെല്ലാം ശുശ്രൂഷ ചെയ്തു. അങ്ങനെ പരസ്പരം താങ്ങും തണലുമായി ഇന്നു മുതൽ മരണം വേർപെടുത്തുന്നത് വരെ എന്നാണ് ദൈവത്തിൻ്റെ പ്രതിജ്ഞ ചെയ്തത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്നും അതോടൊപ്പം ആത്മശോധന ചെയ്യുക. സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അല്ലേ, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒന്നിച്ചും സ്നേഹിച്ചും വിശ്വസ്തയോടെ എന്ന് പറയാ, മകരം വരെ അല്ല മരണം വരെ എന്നാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കൂദാശയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ആണ് വിവാഹമെന്ന കൂദാശ, വിവാഹം വിശേഷാൽ വഹിക്കുന്നത്, ദാമ്പത്യം, പത്യം കാക്കുന്നത്, അതുകൊണ്ട് എത്തിച്ചേർന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നിമിഷം, ഈ ഒരു നല്ല ദിവസം, ജീവിത പങ്കാളിയുടെ ജന്മദിനം തന്നെ ദമ്പതികൾക്ക് ഉതകുന്ന, പ്രത്യേകിച്ച് നല്ലൊരു ഭാര്യ ആകണം, നല്ലൊരു ഭർത്താവാകണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് പ്രത്യേകമായ കോഴ്സോ പരിശീലനമോ ഒന്നും തികഞ്ഞവരായിട്ടല്ല നമ്മൾ ആരും ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഭാര്യ ജോളി നേഴ്സിംഗ് ആണ് പഠിച്ചിരുന്നത്. അവൾക്കും എല്ലാവരെ പോലെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, വിദേശത്തൊക്കെ പോയി നേഴ്സിംഗൊക്കെ ജോലിയൊക്കെ എടുത്ത് ജീവിതം കരുപ്പിടിപ്പിക്കണമെന്ന്. പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ ജോലിയും 5 വർഷമായിട്ടുണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ടു. പിന്നെ ഗർഭിണിയായി. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇവിടെ കൊച്ചുങ്ങളെയൊക്കെ ആദ്യം അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, കൊച്ചുങ്ങളെ അവിടെ ഇവിടെ ആക്കിയിട്ട് ഒരു സ്ഥലത്തും പോകണ്ട, കാശ് നോക്കി വരുമ്പോൾ അതുങ്ങ പാറാവൃതയിലായി പോകും, ഞങ്ങൾ നോക്കത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോൾ അത് വൈരാഗ്യം കൊണ്ടല്ല, പക്ഷേ ദൈവം തിരുമനസ്സായി അങ്ങനെ. അതുകൊണ്ട് മാതാപിതാക്കളോട് വഴക്കിടുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിധേയത്വത്തോടെ തന്നെ പോയില്ല. മക്കളെ സ്നേഹ ശ്രേയസ് അനുഗ്രഹം ഞങ്ങൾ ചളിക്കോട്ടത്തിലേക്ക് മാറി താമസിച്ചതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. അവ വീട്ടിൽ വെച്ച് 2 കുട്ടികളുണ്ടായി. അപ്പോൾ ഇവരെല്ലാം നോക്കിയും പഠിപ്പിച്ച് എന്തായി തീർന്ന്, നേഴ്സ് ട്യൂഷൻ ടീച്ചറായി തീർന്നു. നേഴ്സിങ്ങിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ എന്തിലൂടെ കിട്ടാൻ തുടങ്ങി, 2 മണിക്കൂർ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ. അതാണ് ദൈവം വഴി കാണിച്ചു തരും. അവൾ കരഞ്ഞിട്ടുണ്ട്, ഞാൻ നേഴ്സായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മ എന്നെ നേഴ്സിങ്ങിന് വിട്ടില്ല. പക്ഷേ ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റിനോ ഉറക്കൊഴിയാനോ ഒന്നും പോയില്ല. നല്ല അന്തസ്സായിട്ട് എവിടെ കണ്ടാലും ഓടി വന്ന് ടീച്ചറെ എന്നും പറഞ്ഞ് വിളിക്കുന്ന ആ വിളി, ആ സ്തുതിയും ആ അംഗീകാരവും അന്നും ഇന്നും കഴിഞ്ഞ 6-7 വർഷമായിട്ട് നല്ല രീതിയിൽ, അതുകൊണ്ട് നല്ല കുടുംബത്തിന് നല്ലൊരു സമ്പാദ്യത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ മക്കളും അതിലേക്ക് കടന്നു വന്ന് ഈ 6-7 വർഷത്തെ ആ ശുശ്രൂഷയിൽ, 7 വർഷത്തിനപ്പുറം 8 വർഷമായി നന്നായിട്ട് 35-40 പിള്ളേരെയൊക്കെ ട്യൂഷൻ എടുത്താൽ ഇപ്പോൾ 10-35 പിള്ളേരുണ്ട്. 40-42 പിള്ളേർ വരെ ഉണ്ടായിരുന്ന വർഷങ്ങളുണ്ട്. അങ്ങനെ പരമാവധി ചുരുക്കിയൊക്കെ എടുക്കുന്നത്. കാരണം പൈസക്ക് വേണ്ടിയല്ല, ഒരു വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണ്. ഏറ്റവും കുറച്ച് ഫീസാണ് ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നാലും 10-25,000 രൂപ മിനിമം ജോലിയെടുത്ത് അവരുടെ കാര്യങ്ങൾക്കും എൻ്റെ മുമ്പിൽ കൈനീട്ടാതെയും അന്വേഷിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ കുക്കിങ്ങിൻ്റെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ നാളുകളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എനിക്കപ്പടി അറപ്പും വെറുപ്പും ഓക്കാനവും അങ്ങനത്തെ ഒരവസ്ഥ
അവസ്ഥയാണ്. ഞാനും അമ്മയും കൂടെ ഇവള് ഭക്ഷണം ഉണ്ടാക്കിയ ഉപ്പും മുളകൊക്കെ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഉപ്പൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവൾ ഉണ്ടാക്കലെന്ന് പറയും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെത്താനെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നും. എന്തൊരു വേദന ഉണ്ടാകും. പക്ഷെ അതൊരു വാശിയായിട്ട് നമുക്കത് പറ്റണില്ല. നമ്മുടെ തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ എന്ന് പറയും. അമ്മയും അങ്ങനെ തന്നെ ചെയ്യും. അമ്മ പറയും നീ എന്നെ നോക്കണേ എന്തിനാ, നിൻ്റെ ഭാര്യ ഉണ്ടാക്കിയെന്ന് പറയും. പക്ഷേ അവളിന്ന് ഉണ്ടാക്കാത്ത ഫുഡില്ല. തദ്ദേശവും വിദേശവുമായിട്ട് ഫോറിനേഴ്സിന് വരെ YMCAയിൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അവിടെ 2 വർഷം ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് നടത്താൻ കിട്ടി. കോവിഡ് വന്നപ്പോഴാണ് വിട്ടത്. അപ്പോൾ തദ്ദേശവും വിദേശവുമായ എല്ലാത്തരം സായിപ്പന്മാരൊക്കെ വരുമ്പോൾ നമ്മുടെ ഉണ്ടാക്കി കൊടുത്താൽ പോരില്ല, അവർ പറയുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. കോവിഡ് വന്നപ്പോഴാണ് അത് വിട്ടൊഴിഞ്ഞത്. ഇന്നും ജാസച്ചാൻ കിച്ചൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ നോക്കിയാൽ അത്യാവശ്യം ഓർഡറുകൾ കിട്ടുമ്പോൾ തദ്ദേശവും വിദേശവുമായ നാടനും അല്ലാത്തതുമായ ഭക്ഷണങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ഉണ്ടാക്കി കൊടുക്കും. അതോടൊപ്പം വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന തെരുവിൽ അലഞ്ഞ് മത്തായി 25:40 പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയ്ക്ക് ചെയ്യുന്ന വേറെ ആരാണെങ്കിലും അടിച്ചോടിക്കും. പക്ഷെ എത്ര വയ്യെങ്കിലും വഴിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അനാഥർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഉയർത്തെഴുന്നേറ്റ പോലെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ക്ഷീണവും വയ്യാകിയും വരും. അങ്ങനെ അത്ര കരുത്തോടെയാണ് ആ തെരുവിൽ കിടക്കുന്നവർക്കുള്ള ഭക്ഷണ ശുശ്രൂഷക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്തത്. അങ്ങനെ തകർന്നു പോകാതെ ഓരോ കാര്യങ്ങളിലും പിടിച്ചു നിന്നു ഇവിടം വരെ എത്തി. ബിഷപ്പിൻ്റെ വിളി, ജാസച്ചാൻ കിച്ചൻ, അതുപോലെ സെയിൻറ്റ് മേരീസ് ട്യൂഷൻ സെൻറ്റർ, അതിൻ്റെ എല്ലാം കാര്യങ്ങളിൽ അമരത്ത് നിന്നുകൊണ്ട് തന്നെ പ്രശാന്തച്ചൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഇതാണ്, നീ വെറും ജോളിയല്ല, ഈ കൂട്ടായ്മയുടെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അമ്മയും കൂടെയാണ് നീ. ഷൈജു ബ്രദറിനെ പോലെ തന്നെ ഇവിടെ വരുന്നവരോടെല്ലാം നിൻ്റെ സ്നേഹവും നന്മയും ചേർന്ന് നിൽക്കലും എല്ലാം ഉള്ളത് കൊണ്ടാണ് ആളുകൾ വരുന്നതും പ്രാർത്ഥിക്കാൻ വരുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അതുപോലെ കുട്ടികളെയൊക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി നല്ല, എന്നേക്കാൾ കൂടുതൽ നല്ല പഠന വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ, അനുസരണക്കേടൊക്കെയായിട്ട് വരുമ്പോൾ നല്ല മിടുമിടുക്കിയാണ്. കൗൺസിലിങ്ങിലായാലും വിഷൻസ്, ദർശനങ്ങളായാലും മെസ്സേജ് ആയാലും ദൈവകൃപയാൽ ഇതെല്ലാം നമ്മുടെ ആരുടെയും എടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു പാട്ടിലില്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഇതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം എൻ്റെ ജീവിത പങ്കാളിയിൽ ചേർത്ത് തന്നത് കൊണ്ടാണ് ഇങ്ങനെ സന്തോഷമുള്ള, മുഖപ്രസാദമുള്ളൊരു ഭർത്താവായിട്ട് ഇരിക്കാനും ശുശ്രൂഷകൾ ചെയ്യാനെല്ലാം സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് പിന്നിലെല്ലാം 1 പത്രോസ് 3:1 പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. പെരുമാറരുത്. നേരെ തിരിച്ചു പറയുമ്പോൾ ഞാൻ ശരിക്കൊന്ന് പെരുമാറി എന്ന് പറയും, അത് ഉപദ്രവമാണ്. ഭർത്താവിൻ്റെ സാധനങ്ങളെടുത്ത് പൊട്ടിച്ച് കളയുക, ചീത്ത വിളിക്കുക, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ തള്ളിപ്പറയുക. മരിച്ചു കഴിഞ്ഞിട്ടും അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, വീട്ടുകാരെ കൂട്ടിപ്പറയുന്നവരുണ്ട്. ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ഭാര്യ. ദൈവം കഴിഞ്ഞാൽ 1ാം സ്ഥാനം അവർക്ക് കൊടുക്കണം. അല്ല, ഇപ്പോഴും അമ്മേ, പെങ്ങള്, അപ്പ, അച്ഛേ, കൊച്ചപ്പ എന്നും പറഞ്ഞ് കൂട്ടുകാരെ എന്നും പറഞ്ഞ് നടന്ന അവർക്ക് വിവാഹ ജീവിതം പറഞ്ഞിട്ടില്ല. അതാ ഇതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് ജോലി ബിസിനസ്സും പറഞ്ഞ് കിടന്ന് മരിക്കുന്നവരുണ്ട്. അപ്പോൾ പറയാം, അവൾക്ക് കാറില്ലേ, അവൾക്ക് ഡ്രൈവറില്ലേ, അവൾക്ക് മാസം മാസം ബാങ്കിൽ പൈസ വന്നില്ല. അവൾക്ക് കാറും ഡ്രൈവറും പൈസയൊന്നുമല്ല വേണ്ടത്, അവൾക്ക് വേണ്ടത് നിന്നെയാണ്. അതുകൊണ്ട് ഓരോ ഭർത്താവും തിരിച്ചറിയണം. എൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മദിനത്തിൽ ഇത് കേൾക്കുന്ന ഇനി ഭാര്യമാർക്ക്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവർ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർ. അതുകൊണ്ട് ഞാൻ തളർന്നു പോയ അവസരങ്ങളിൽ എൻ്റെ ഭാര്യ എന്നോട്, നമുക്കറിയാം വാരിയല് കൊണ്ടാണ് സ്ത്രീ
സ്ത്രീയെ മെനഞ്ഞതെന്ന് ബൈബിളിൽ പറഞ്ഞല്ലോ, ഒരുപാട് അർത്ഥമുണ്ട്. വാരിയൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഇങ്ങനെ വളഞ്ഞു കൊടുക്കാൻ കഴിവുള്ളതാണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് എന്ത്? വാരിയല്. അത് ഫ്ലെക്സിബിളാണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കലാണ് വാരിയലിൻ്റെ പണി. അപ്പോൾ ബലവുമുണ്ട്, പക്ഷേ പൊതിഞ്ഞു കൊടുക്കണം, വളഞ്ഞു കൊടുക്കണം, പൊതിഞ്ഞ് സംരക്ഷിക്കണം. ഇതുപോലെ തന്നെയാണ് ഒരു ഭാര്യയുടെ ജീവിതം. കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി ക്ഷമയാ ദരിദ്രി ശയനേഷു വേശ്യ എന്നൊരു ശ്ലോകം വായിച്ചല്ല. കാര്യത്തിൽ മന്ത്രിയെപ്പോലെ, കർമ്മത്തിൽ ദാസിയെപ്പോലെ, ക്ഷമയിൽ ഭൂമിയെപ്പോലെ സർവം സംഹയായിട്ട്. സഹിച്ചു മതിയായി ഭൂമി എന്നും പറഞ്ഞിട്ട് ഇരിക്കും. ഭൂമി ഇത്രയും സഹിക്കല്ലെന്ന് പറയും. ക്ഷമിക്കണം, സഹിക്കണം, എന്തോരം ചെറുതാകണം അത്രയും ചെറുതാകണം. ക്ഷമയാ ദരിദ്രി ശയനേഷു വേശ്യ. എന്തെല്ലാം മറ്റേ നാട്ടുകാര്യങ്ങളും പദവികളും, എന്തെല്ലാം ടീച്ചറാകാം, ഡോക്ടറാകാം, എൻജിനീയറാകാം, കളക്ടറാകാം, അല്ലെങ്കിൽ ഇടവക ശുശ്രൂഷകളിലും ധ്യാനേന്ദ്രയിലും നിറഞ്ഞു നിൽക്കണേ. പക്ഷേ നാട്ടുകാർ പിടിച്ച് ഭർത്താവിനെ കൈവച്ച്. കാര്യം എന്താ? അവിടെ വന്നൊരു കേസാണ്. ഭാര്യക്ക് അപ്പടി അറപ്പും വെറുപ്പും ഇതാണ്. കൊച്ചുങ്ങളുണ്ടാകാൻ മാത്രം ലൈംഗികത, ദാമ്പത്യ ധർമ്മം, ഭയങ്കര പ്രാർത്ഥനയും പരിപാടിയാണ്. ഭർത്താവിനെ അടുപ്പിക്കത്തില്ല, മുറി കയറ്റത്തില്ല, ഭാര്യ ഭർത്താവ്. ഇതെന്ത് പ്രാർത്ഥനയാണ്? അതാ അഭിനയം എന്ന് പറയുന്നത്. കാബഡ്യം എന്ന് പറയും. കപടനാട്യക്കാരെന്ന് കർത്താവ് പറഞ്ഞ് ഇങ്ങനെയുള്ളവരെയും കുറിച്ച് കൊണ്ടാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതം ഒരു ഒഴുക്കാണ്. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ പോലെ, അതുപോലെ പരസ്പരം പങ്കാളിയുടെ താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും തിരിച്ചറിയണം. അല്ലാതെ ശരീരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരക്കം പാച്ചിലല്ല വിവാഹ ജീവിതം. അവരുടെ വൈയായികളും അവരുടെ വിഷമങ്ങളും ശരീരവും മനസ്സും ആത്മാവും ഉള്ളൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സേവ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി ചാവേറായിട്ട് നിലകൊള്ളും. നമുക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. അപ്പോൾ ഭാര്യ ഭാരം വഹിക്കുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവർ. രാജാവിനെ പോലെ അവൻ ഭരിക്കും. അവൻ തലയുയർത്തി നിൽക്കും, കാര്യങ്ങൾ ചെയ്യും. അവൻ്റെ ഒരു വാക്ക് ഊർജം പകരുന്നതായി തരും. എപ്പോഴാണ്? അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ. നഥാനിയേൽ ഹൗത്രോൺ എന്ന് പറഞ്ഞ ഒരാൾ ജോലി നഷ്ടപ്പെട്ട്, കസ്റ്റംസിലുണ്ടായ ജോലി നഷ്ടപ്പെട്ട് വരുമ്പോൾ നടന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പം തന്നെ ഭാര്യ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അതിന് പകരം ഭാര്യ പറഞ്ഞ് വിഷമിക്കേണ്ട, സാരമില്ല, നമുക്കിനി അടുത്ത വഴി അന്വേഷിക്കാം. എന്നിട്ട് പണ്ട് മുതലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യമല്ലേ, ഒരു പണക്കിഴി എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ സാഹിത്യ രചനകളിൽ ഏർപ്പെടുക. ഇപ്പോഴെങ്കിലും അതിനൊരവസരം കിട്ടിയല്ലോ, നമുക്ക് ജോലി ഇതുകൊണ്ട് നമുക്ക് പറ്റാവുന്നത്ര. അപ്പോൾ പൈസയ്ക്ക് എണ്ണി നോക്കിയപ്പോൾ 1-2 കൊല്ലം കഷ്ടിച്ച് തട്ടിമുട്ടി പിടിച്ച് നിൽക്കാം. അങ്ങനെ സ്കാർലറ്റ് ലെറ്റേഴ്സ് എന്ന വിശ്വപ്രകീതമായ ആ നോവൽ ഉൾപ്പെടെ വിശ്വപ്രസിദ്ധമായ പല കൃതികളും ആ ഭർത്താവിൽ നിന്ന് പുറത്തു വന്നത് ആ ഭാര്യയുടെ സപ്പോർട്ടാണ്. എന്നാൽ ഇന്നാണെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനു പോയാലും അങ്ങനെയാണ്, ഇങ്ങനെ വീട്ടുകാരങ്ങനെയാണ്, അപ്പനെങ്ങനെയാണ്, അപ്പം പണ്ട് അങ്ങനെയായിരുന്നു. ചെളി വാരി എറിയാൻ പോയ എറിയുന്നവൻ തന്നെ ആദ്യം നാറും. നിങ്ങളൊന്നാണെന്ന വചനത്തിൽ പറഞ്ഞേക്കുന്നത്. ഇനി സ്വന്തം പങ്കാളി അവമാനിക്കുന്നതിനേക്കാൾ വലിയ കഴിവുകേട് വേറെ ഉണ്ടോ? അങ്ങനെയുള്ള ഭവനത്തിൽ മക്കൾ ഉയർന്നു വരാൻ എഴുതി ഒപ്പിട്ട് തരാം ഭയങ്കര പാടാണ്. അതുകൊണ്ട് 1 കൊരിന്തോസ് 7:15 അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധരാകും. 1 കൊരിന്തോസ് 7:14 പറയുന്നു, അവിശ്വാസിയ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. അതുകൊണ്ട് വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കണം. അല്ലാതെ നിങ്ങളെപ്പോലെ കുരിശിൻ്റെ വഴിയും കൊന്തയും കരുണക്കൊന്തയും കുർബാനയും നൊവേനയും 3 കുർബാനയും 4 കുർബാനയും ആയിട്ട് പുരുഷന് അങ്ങനെ പറ്റത്തില്ല. അവൻ കണ്ടെത്തി അതിൽ നിന്ന് പിന്മാറത്തില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭക്തി മാർഗമാണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാർഗമാണ്. അപ്പോൾ സ്ത്രീ കാണിക്കുന്ന പല ഭക്തി മാർഗങ്ങളിലും അതുപോലെ അകക്കാമ്പൊന്നും ഉണ്ടാകണില്ല. എത്ര മണിക്കൂർ എത്ര ദിവസം വേണമെങ്കിലും പള്ളിയും ധ്യാനവും നൊവേനയായിട്ട് നടന്നുള്ളൂ. പക്ഷേ ജീവിതം വെച്ച് നോക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ പലപ്പോഴും. പുരുഷൻ അങ്ങനെയല്ല. അവൻ ദൈവത്തെ കണ്ടെത്തിയ ഉള്ളത് സത്ത, അങ്ങനെ പറയും. അവിടെ അഭിനയവും വേഷം കെട്ടൊന്നും വേണ്ട, ഉള്ള പ്രാർത്ഥന വൃത്തിയായിട്ട് ചെല്ലണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതിരിക്കുക, അതും തെറ്റാണ് എന്ന് പറയുന്നവരുണ്ട്. 10-25 അരമണിക്കൂർ അവൻ അതിൽ കൂടുതൽ കുത്തിയിരിക്കാനായിട്ട് പറ്റത്തില്ല. ഉള്ള പ്രാർത്ഥന വൃത്തിയായിട്ട് കൊന്തയും കരുണക്കൊന്തയും ജപമാലയും അതുപോലെ ത്രിസന്ധ്യാജപവും ഒക്കെ ആയിട്ട് അത്യാവശ്യ പിതാവിൻ്റെ പ്രാർത്ഥന എത്രയും ദൈവങ്ങളെയൊക്കെ ചൊല്ലി ഒരു പാട്ടൊക്കെ പാടി ഒരു വചനമൊക്കെ എടുത്ത് സങ്കീർത്തനമൊക്കെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ച്
മതി. ഒരുപാട് മണിക്കൂറുകൾ നീണ്ട അഭിനയ പ്രാർത്ഥനയും വെച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? ദൈവത്തെ അത്രക്ക് മേൽ അനുഭവിച്ചാൽ കണ്ടെത്തുന്ന പറ്റും. അപ്പോൾ കുടുംബ ജീവിതം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം, ഭൂകമ്പമല്ല ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് വിവാഹത്തിൻ്റെ 25 വർഷം പിന്നിടുന്നു. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ ജന്മദിനമാണെന്ന് ഈ ജീവിത പങ്കാളിയെ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ശുശ്രൂഷകളിലെല്ലാം എനിക്ക് കരുത്തും അനുഗ്രഹവും ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ അവസരങ്ങളായിരുന്നു. പല പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് അപകടങ്ങളുണ്ടായിട്ടുണ്ട്, എനിക്കും അപകടങ്ങളുണ്ടായിട്ടുണ്ട്, രോഗങ്ങളുണ്ടായിട്ടുണ്ട്, വെല്ലുവിളികളായിട്ട് സാമ്പത്തിക പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കാരണം ഒരു മുഴുവൻ സമയ പ്രേക്ഷിത ദൈവം എല്ലാ ജോലിയും കളഞ്ഞിട്ട് ആത്മീയ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശിച്ച് മുഴുവൻ സമയ ശുശ്രൂഷകനായിട്ട് കടന്നു വന്ന നാളുകളിൽ 3 മക്കളെ വളർത്തിക്കൊണ്ട് പഠിപ്പിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് ഓർഗൻ പഠിപ്പിക്കണം, പാട്ട്, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെയാണ്. പറ്റുന്ന രീതിയിൽ അതെല്ലാം ചെയ്ത് ഞാൻ പറയും എൻ്റെ സമ്പാദ്യം അതാണ്. എൻ്റെ ഭാര്യ പാട്ടൊന്നും അപൂർവമായിട്ടാണ് പാടിയത്, പക്ഷേ ഓർഗണും അങ്ങനെ. പക്ഷെ അത് മക്കൾക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കാൻ ഭയങ്കര താല്പര്യവും സപ്പോർട്ടും പരിശ്രമമായിരുന്നു. അവരെയും കൊണ്ടുപോയി പഠിപ്പിക്കും, അവരുടെ കൂടെ നടക്കും, കൊണ്ടുപോയാക്കും. ഇന്ന് കെട്ടുകണക്കിന് സർട്ടിഫിക്കറ്റുകളാണ്, പ്രത്യേകിച്ച് ഏറ്റവും ഉള്ളതിൻ്റെ ശ്രേയസ്സായാലും ജിമ്മിൻ്റെ ലെവലിലായാലും സ്നേഹാമേരി ആയാലും ഫാഷൻ ഡിസൈനിങ് ആയാലും ഇതിലെല്ലാം ജീവിത പങ്കാളിയുടെ സപ്പോർട്ട്, അമ്മയുടെ പരിശ്രമം അസ്ഥാനത്തല്ല. പഠിക്കാനൊന്നും ഭയങ്കര റാങ്കുകാരും മിടുക്കന്മാരും ഒന്നും നിങ്ങൾ വിചാരിക്കും വചനപ്രവർത്തനം ഷൈജുബാറിൻ്റെ മക്കൾ ഭയങ്കര റാങ്കുകാർ, അതൊന്നുമല്ല. പക്ഷെ പലയിടത്തും പോയി ഏറ്റവും അടിയിൽ കിടന്ന പിള്ളേർക്ക് ക്ലാസ്സും കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചൊക്കെ ഒത്തിരി നേട്ടം വന്ന മാറ്റം. പക്ഷേ ഇവർ താഴെയൊന്നും പോയില്ല. എല്ലാവർക്കും പഠിച്ച് റാങ്കുകാരാണല്ലോ. പക്ഷേ ഇളയ കുട്ടി ഫുൾ A+ ആയിട്ട് 10ാം ക്ലാസ്സും +2 എല്ലാം. മറ്റേ ഒരു പഠിപ്പിൽ ഭയങ്കര റാങ്കൊന്നും അല്ലെങ്കിലും എന്നാൽ അത്രക്ക് കുറ്റം പറയിക്കാത്ത രീതിയിൽ അവരും പിടിച്ചു നിന്നു. പക്ഷേ മറ്റ് ഓരോരുത്തർക്കും ഓരോ തരങ്ങളിൽ, അവനും മിസ്റ്റർ കേരളൻ, ഇവള് നാഷണലി വെയിറ്റ് ലിഫ്റ്റിങ്ങും പവർ ലിഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട്, അങ്ങനെ മറ്റേ ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കടമകളെല്ലാം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെയും പോകുന്നു. ഇനി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവഭക്തൻ്റെ ഭവനത്തിൽ അവൻ്റെ ഭാര്യ മുന്തിരിവള്ളി പോലെ ആയിരിക്കണം. അതുകൊണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആരുടെ കുഴപ്പവും അത് ഭർത്താവിൻ്റെ ദൈവഭക്തി പരിശോധിക്കാനുള്ള അവസരമാണ്. അല്ലാതെ ഞാനെല്ലാം തേഞ്ഞ ആളാണ്, എൻ്റെ പങ്കാളി ശരിയല്ല എന്ന് പറയുന്നവരോട് എനിക്ക് യോജിപ്പില്ല. കാരണം വചനത്തിൽ പറയുന്നുണ്ട് ദൈവഭക്തൻ്റെ ഭവനത്തിൽ 128-ാം സങ്കീർത്തനവും 112-ാം സങ്കീർത്തനവും ഭർത്താക്കന്മാർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു വചനം. അതനുസരിച്ച് ജീവിതം പരിവർത്തനങ്ങൾ വരും. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഇസഹാക്ക് തൻ്റെ ഭാര്യ റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റബേക്ക ഗർഭിണിയായി, കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തു. ഇതാ റബേക്ക തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന 2 മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഓരോ അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ജന്മദിനത്തിൽ സന്തോഷത്തോടെ ഇരിക്കാനും അതിനെ ചൊല്ലിയൊരു എപ്പിസോഡ് വചനം ഷെയർ ചെയ്യാനും സാധിച്ചതിന് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും, ഞാൻ ഈ കഴിഞ്ഞ വർഷം 49-ാമത്തെ വയസ്സിൽ എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് എന്നെ ഒരു 6 വർഷം മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. 8 പീസും 20 ചെറിയ പീസും കാല് ഒടിഞ്ഞു നുറുങ്ങിപ്പോയതാണ്. ആ ദിവസങ്ങളിൽ ഇവള് ഭയങ്കര പ്രാർത്ഥന, എന്തോ സംഭവിക്കാൻ പോകണം നമുക്ക് സ്വപ്നത്തിലേ ഉണ്ടായിട്ട് ഭയങ്കരമായ പ്രാർത്ഥനയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യലും വിടാതിരിക്കുക. അവൾ അറിയാതെ ചാടി ഞാൻ ഒരു അത്യാവശ്യത്തിന് പോയ പറയാതെ ഓടിപ്പോയ സമയത്താണ് എന്നെ ആക്സിഡൻ്റായി. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ എല്ലാത്തിലും കൂടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്കിപ്പോൾ 49-ാമത്തെ വയസ്സിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഹൈദരാബാദിൽ വെച്ച് ചാമ്പ്യൻഷിപ്പ് കിട്ടാനിടയായത്. അതിനുശേഷം ഈ അടുത്ത് കോഴിക്കോട് പോയി വീണ്ടും കേരള സ്റ്റേറ്റ് ലെവലിൽ 2nd പ്രൈസ് കിട്ടി. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ചിലതൊക്കെ. എന്നാലും ഓരോ നേട്ടങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് മുഴ വന്നു. FNAC ടെസ്റ്റൊക്കെ കുത്തിയെടുക്കുന്ന ചെയ്തിട്ടുള്ളവർക്കറിയാൻ പറ്റും. ജീവിതകാലം മുഴുവൻ അന്നൊക്കെ എനിക്ക് ഉറക്കവും കിട്ടുന്നില്ല, വേദന. രാത്രി നോക്കുമ്പോൾ അവൾ മുട്ടുമേൽ നിന്ന് കൊന്തയൊല്ലി കൈവരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട്, പക്ഷേ എങ്ങാട് പോയിന്നറിയില്ല, കംപ്ലീറ്റ് മാറിപ്പോയി. ഹെരണ്യക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. ഒന്നല്ല, ഈ 3 കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ചിലവുകളുള്ള സമയത്ത് ഒത്തിരി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓടി നടക്കുന്ന
വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥ നിലച്ചു പോയാൽ പലതും ബ്ലോക്കായി തകർന്നു തരിപ്പണമായി പിടിവിട്ടു പോകും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ആ പ്രതിസന്ധികൾ, ഹിരണ്യക്കും ഓപ്പറേഷൻ ചെയ്തില്ല, ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല, തൈറോയിഡും പോയി, ഇങ്ങനെ തള്ളി ഇവിടെ വേദനയും മൊഴിനീരും ജീവിതത്തിൽ ദൈവം ഇവിടം വരെ എത്തിച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്നിൽ ദൈവം തന്ന ദാനം ജീവിത പങ്കാളി, ഉത്തമയായ ഭാര്യ ഒരനുഗ്രഹമാണെന്ന് ഏറ്റുപറയുന്നതിലൊരു മടിയുമില്ല. മക്കളെ വളർത്താനും അവരുടെ കാര്യങ്ങളിലും അവരുടെ വളർച്ചയിലും എല്ലാം നല്ല സപ്പോർട്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനും ഈ ശുശ്രൂഷയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. വന്ന സ്ഥലത്തും ഞങ്ങളെ തകർക്കാൻ പറ്റുക, കാരണം ഒരു വിജാതീയ ആ ഒരു സ്ഥലത്ത്, ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഞാൻ മാത്രം ഒരു ക്രിസ്ത്യാനി കുടുംബം ഈ പരിസരത്ത്, ഈ ചുറ്റുവട്ടത്തിലുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ടെസ്റ്റിംഗ് മനസ്സ് ഇവിടെ വന്നെങ്കിലും ഒരു ക്രിസ്ത്യാനിയാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ശുശ്രൂഷകനാണ്. വിജാതീയരും ഒത്തിരി പേര് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ വരാൻ തുടങ്ങി. കാരണം ഞാൻ പല സെൻറ്ററുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷകളിലൊക്കെ പോകുമ്പോൾ ആളുകൾ അന്വേഷിച്ചും പിടിച്ചും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും കൗൺസിലിങ്ങിനൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ദൈവമാണെന്നും പറഞ്ഞ് നാട് മുഴുവൻ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പോലീസ്, കമ്മീഷണർ, കളക്ടർ, ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല, അതെല്ലാം വന്നതിൽ സ്പീഡിൽ തള്ളിപ്പോയി. അപ്പോഴെല്ലാം എൻ്റെ കൂടെ കരുത്തായിട്ട് നിന്ന് നിന്നെ ഇവിടെ ഓടിക്കും, നിൻ്റെ മകനെ പിടിച്ച് ഉപദ്രവിക്കും, ഈ നാട്ടിൽ താമസിപ്പിക്കില്ല, പല വെല്ലുവിളികളും, വണ്ടിയിലൊക്കെ ഉപദ്രവം ചെയ്ത് എൻ്റെ വാഹനത്തിൽ എൻ്റെ വീട്ടിലുള്ള പൈപ്പ് കട്ട് ചെയ്ത് വിട്ട അവസരങ്ങൾ, വീട്ടിലെ ഹെൽത്തുകാരെ കൊണ്ടുവന്ന് ഇവിടെ മുഴുവൻ കയറി എന്തെങ്കിലും കണ്ടുപിടിച്ച് നമ്മളാ തേജോവധം ചെയ്യാനും പത്രത്തിൽ വരുത്താനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളോടെ എന്ന് തുറന്നു പറയാനൊരു മടിയില്ല. അപ്പോൾ അവർ പറയുന്ന ഇത് ഞങ്ങളുടെ വോട്ട് ബാങ്കാണ്, നിങ്ങളുടെ 2-3 വോട്ട് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഈ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ കുൽസിത മാർഗങ്ങൾക്ക്, ബുദ്ധികൾക്ക് കൂട്ടുനിന്നു. പക്ഷേ അപ്പോഴും ഉപേക്ഷിക്കാത്ത ദൈവം കൂടെ നിന്ന് ജീവിത പങ്കാളി തള്ളിപ്പറഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസരങ്ങളിൽ, കാരണം ഒരുപിടി ചോറ് വായിലോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ചരൽ പോലെ, അല്ലെങ്കിൽ രുചി ഇല്ല, കാരണം ഇല്ലാവചനങ്ങളും ഗൂഢാലോചനകളും ഓരോ ദിവസവും എന്താ ഇവനിവിടെ നിന്ന് ഓടിച്ചട്ടെ എന്നെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ നിന്നത് എൻ്റെ കുടുംബമാണ്, എൻ്റെ പങ്കാളിയാണ്. മക്കളൊന്നും എട്ടും പൊട്ടും ആയിട്ടില്ല. പക്ഷേ ഈ മക്കളെയൊക്കെ എങ്ങനെ ഇവിടെ നിന്നിട്ട് കല്യാണം കഴിപ്പിക്കും, അവരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവരുടെ കല്യാണം മുടക്കും, ഒന്നും പോയില്ല. ശക്തനായ ദൈവം എവിടെ നട്ടോ അവിടെ നനച്ചു, അവിടെ വളർത്തി, വേണ്ടതെല്ലാം തന്നു. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതേ സ്ഥലത്ത് തന്നെ SG ഫിറ്റ്നസ് എന്നും പറഞ്ഞ് മകനൊരു ഫിറ്റ്നസ് സെൻറ്റർ, മകനും മരുമകളും കൂടെ, അങ്ങനെ ഇളയ കുട്ടിയെല്ലാം സഹായിക്കും. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒരു സ്ഥാപനം, അടുത്തൊരു സ്ഥാപനവും കൂടെ പാലാരിവട്ടത്ത് ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കഷ്ടതയിൽ ഏശായ 30:20-21 പറയുന്ന പോലെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളെ ചവിട്ടിത്തേക്കാൻ നോക്കിയെടുത്ത്, അല്ലെങ്കിൽ നമ്മളെവിടെ കൊഴിഞ്ഞു പോയോ, കുഴിച്ചിറക്കാൻ നോക്കിയോ അവിടെ തന്നെ ഉയർത്തി നിർത്തുന്ന, എവിടെ കണ്ണുനീര് വീണോ ആ കണ്ണുനീര് ഒപ്പിയെടുത്ത ദൈവം, അവിടെ നമുക്ക് കൂപ്പിക്കടിച്ച കരങ്ങളുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ, ഈ കുടുംബത്തിൻ്റെ മധ്യസ്ഥം. അതുകൊണ്ട് ജപമാല എടുത്ത് പ്രാർത്ഥിച്ച് കുർബാനകളിൽ സമർപ്പിച്ച് കരുത്തായി നിന്ന് കൂടെ നിൽക്കുന്ന കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്തെല്ലാം ഏറ്റക്കുറച്ചുകളുണ്ടെങ്കിലും ക്ഷമിക്കുക, പൊറുക്കുക, മാപ്പ് പറയുക, ചേർത്ത് നിൽക്കുക. ഈ സാന്നിധ്യം, സാമീപ്യം, സ്പർശനം, ദർശനം, ഇതെല്ലാം വിവാഹജീവിതത്തിൻ്റെ വിജയത്തിന് വേണം. അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചകൾ ഉണ്ടാകട്ടെ. അരുതാത്തതും പൊള്ളയായതെല്ലാം വിട്ടുകളഞ്ഞ് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസഹായം ഇത് കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ, ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർക്കുന്നു. ഷൈജു ആദപ്പള്ളി. പ്രൈസ് ദി ലോർഡ്.